ചൂരൽമലയിൽ നിന്ന് ജോഷില കൂടി നമ്മോടൊപ്പം ചേർന്നുണ്ട്. ഗുഡ് മോർണിംഗ് കേരളത്തിനൊപ്പം. ജോഷില, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് വിൻഷ. ഒരു രാത്രി ഇരുട്ടി വെളുത്തപ്പോൾ ഒരു ജനതയ്ക്ക് സർവ്വതും നഷ്ടപ്പെടുത്തിയ മണ്ണിൽ നിന്നാണ് ജോഷില സംസാരിക്കുന്നത്. അവിടെ ഒരു തരിപ്പ് പോലും ഇല്ല എന്ന് നമുക്കറിയാം. ആ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ നമുക്ക് കാണാം. ഒരു ജീവന്റെ തുടിപ്പ് പോലും സാധ്യമാകാത്ത ഒരു രീതിയിലേക്ക് ആ മണ്ണ് മാറിക്കഴിഞ്ഞു. അനേകം മനുഷ്യന്മാരുടെ സ്വപ്നവും സന്തോഷവും സങ്കടവും ഒക്കെ കണ്ട മണ്ണ് ഇന്ന് വെറും ഒരു തരിശു ഭൂമിയായി നിലനിൽക്കുമ്പോൾ ഏറ്റവും അവിടെ ആ ദുരന്തമുഖത്ത് ഓടിയെത്തിയ ഫ്രാൻസിസിനാണ് ഏറ്റവും ഫസ്റ്റ് കോള് വരുന്നത്. നീതുവിൻ്റെ കോള്, ആ ദുരന്തത്തിൽ മരിച്ച നീതുവിൻ്റെ കോള്, ഇത്തരത്തിലൊരു ദുരന്തമുണ്ടായി, ഞങ്ങൾ ആകെ പെട്ടിരിക്കുകയാണ് എന്ന ലോകത്തെ വിളിച്ചറിയിച്ചത് നീതു ആയിരുന്നു. നീതുവിനും ആ ദുരന്തത്തിൽ ജീവൻ നഷ്ടപ്പെടുന്നൊരു ഘട്ടം വന്നു. നീതു ആദ്യം വിളിച്ചത് ഫ്രാൻസിസിനെയാണ്. ഫ്രാൻസെ ഇപ്പോൾ DYFIയുടെ വയനാട് ജില്ലാ സെക്രട്ടറി കൂടിയാണ്. റഫീഖും ഫ്രാൻസിസും അടക്കമുള്ള സഖാക്കളാണ് യൂത്ത് ബ്രിഗേഡിന്റെ പ്രവർത്തകരായിട്ട് വന്നത്. നിരവധി സന്നദ്ധ സംഘടനകളൊക്കെ അവിടെ പിന്നീട് കാഴ്ചകൾ പിന്നീട് എല്ലാ സംഘടനകളും എല്ലാവരും കൈമറന്ന് രാഷ്ട്രീയം മറന്ന് മെയ് മറന്ന് പ്രവർത്തിക്കുന്ന ഒരു ഘട്ടത്തിലേക്ക് പിന്നീട് കാഴ്ചകൾ വരുന്നു. അത്തരത്തിൽ ആ രക്ഷാപ്രവർത്തനത്തിനൊക്കെ നേതൃത്വം കൊടുത്ത ഫ്രാൻസിസ് കൂടി ജോഷിലോടൊപ്പം ചേരുന്നുണ്ട്. ജോഷില, വിനിഷ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ദുരന്ത ഭൂമിയിൽ അന്ന് നിൽക്കുമ്പോൾ ഉണ്ടായിരുന്ന ഒരു മാനസികാവസ്ഥയല്ല ഇന്ന് നിൽക്കുമ്പോൾ ഉണ്ടാകുന്നത്. കാരണം അന്ന് എല്ലാം നഷ്ടപ്പെട്ട് നിൽക്കുന്ന പ്രതീക്ഷയറ്റവരുടെ മുഖത്തേക്കാണ് നമ്മൾ എത്തിച്ചേർന്നത്. എന്നാൽ ഇന്ന് പ്രതീക്ഷകൾ ഉയരുന്ന, വീണ്ടും ഒരു പുനർജന്മത്തിലേക്ക് എന്ന് പറയാവുന്ന രീതിയിൽ പ്രതീക്ഷകളിലേക്ക് പോകുന്ന ഒരു വലിയൊരു സമൂഹത്തിന്റെ മുന്നിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് എന്നുള്ളതാണ്. അവർക്ക് അത്രയേറെ കൈത്താങ്ങാകാൻ സംസ്ഥാന സർക്കാരിന് സാധിക്കുന്നു എന്നുള്ളതാണ്. ഞാനിപ്പോൾ നിൽക്കുന്ന ചൂരൽമല, ഇതിന്റെ പിന്നിൽ ആ കാണുന്ന സ്ഥലത്ത് നിന്നാണ് പൊട്ടി ഒഴുകി വന്നത്. ഈ ഭാഗത്തേക്ക് പൊട്ടി ഒഴുകി വന്നത്. ഈ ചൂരൽമല ടൗൺ ഇന്ന് നിലനിൽക്കുന്നത് തന്നെ സംസ്ഥാന സർക്കാരിന്റെ കിഫ്ബി ഫണ്ട് ഉപയോഗിച്ച് അവിടെ വെള്ളാർമല സ്കൂളിൽ നിർമ്മിച്ച ബിൽഡിംഗ് ആണ് അതൊരു പ്രധാന കാരണമായി വന്നത്. അന്നൊക്കെ സംസ്ഥാന സർക്കാരിന്റെ കിഫ്ബി ഫണ്ട് കൊണ്ട് പലരും വിമർശിക്കുമ്പോഴും കിഫ്ബി ഫണ്ട് ഒരു ചൂരൽമല എന്ന ഒരു ടൗണിനെ തന്നെ രക്ഷിച്ച ഒരു ചരിത്രം അത് ഈ ഒരു മുണ്ടക്കയിലും ചൂരൽമലയിൽ മാത്രമേ നമുക്ക് കാണാൻ സാധിക്കുള്ളൂ. അത്ര ഉറപ്പുള്ള ബിൽഡിംഗ്, അതിലേക്ക് പൊട്ടിയൊഴുകി വന്ന മരങ്ങളെയും പാറകളെയും ഒക്കെ തടുത്തു നിർത്തിയത് കൊണ്ടാണ് ഒരുപക്ഷെ ചൂരൽമല എന്ന ഈ ഒരു ടൗൺ നിലനിൽക്കുന്നത് എന്നുള്ളത് അന്ന് ഇവിടെ എത്തിയ എല്ലാവർക്കും വ്യക്തമാണ്. ആ രീതിയിൽ ഇന്ന് പക്ഷേ ചൂരൽമലയിൽ എത്തുമ്പോൾ എല്ലാം നഷ്ടപ്പെട്ടവർ ഒരു പ്രതീക്ഷയുടെ ടൗൺഷിപ്പിന് തറക്കല്ലിടാൻ പോകുന്നു. 8 മാസത്തോളം എത്തിയെങ്കിലും 8 മാസം കൊണ്ട് അവരെ പുനരുജ്ജീവനത്തിന്റെ പാതയിലേക്ക് എത്തിച്ച സംസ്ഥാന സർക്കാരിനെ അവർക്ക് മറക്കാൻ സാധിക്കില്ല. മാത്രമല്ല, നമ്മൾ ആലോചിക്കേണ്ടത്, നേരത്തെ വിനിഷ സൂചിപ്പിച്ചതുപോലെ അന്ന് ചൂരൽമലയിലേക്ക് മുണ്ടക്കയിൽ നിന്നും പൊട്ടിയൊഴുകുമ്പോൾ ജീവനുകൾ നഷ്ടപ്പെടുമ്പോൾ അന്ന് ആ പാതിരാത്രി ഓടിയെത്തിയ ഫ്രാൻസിസ് എന്ന ചെറുപ്പക്കാരനെ കുറിച്ചാണ്. അദ്ദേഹം നമ്മുടെ കൂടെ ഉണ്ട്. അദ്ദേഹം മാത്രമല്ല, അന്ന് അവരുടെ കൂടെ ഉണ്ടായിരുന്ന യൂത്ത് ബ്രിഗേഡ് ഉള്ള ആളുകൾ ഒക്കെ തന്നെ നമ്മുടെ കൂടെയുണ്ട്. അന്ന് രാഷ്ട്രീയം മറന്ന് എല്ലാം മറന്നുകൊണ്ട് ജീവൻ രക്ഷിക്കാനായി ഓടിയെത്തിയവർ ഇവരൊക്കെ തന്നെ ഇവിടെയുണ്ട്. ഇവിടുന്ന് ജീവൻ രക്ഷപ്പെട്ടവരൊക്കെ തന്നെ ഇവിടെയുണ്ട്. അവർക്കൊക്കെ പറയാൻ ഒരുപാട് കഥകളുണ്ട്. എങ്ങനെയാണ് ഈ പുനരുജ്ജീവനത്തിന്റെ പാതയിലേക്ക് സംസ്ഥാന സർക്കാർ അവരെ എത്തിച്ചത് എന്നുള്ള കാര്യം പറയാനുണ്ട്. ടൗൺഷിപ്പിന്റെ തറക്കല്ലിടൽ ഇന്ന് നടക്കുമ്പോൾ അവരുടെ പ്രതീക്ഷകൾക്ക് വീണ്ടും മാറ്റുകൂട്ടുന്ന രീതിയിലേക്ക് ആണ് എല്ലാ കാര്യങ്ങളും പോകുന്നത്. ഫ്രാൻസിസിനോട് നമുക്ക് ആദ്യം തന്നെ ആ കാര്യങ്ങൾ ചോദിക്കാം. ഫ്രാൻസിസ്, അന്ന് ഏറ്റവും ആദ്യം നീതു പറഞ്ഞാണ് അറിഞ്ഞത് ഫ്രാൻസിസ് ആണ് അവിടെ എത്തിച്ചേർന്നത്. ഫ്രാൻസിസ് ആരാണെന്ന് ആർക്കും അറിയില്ലായിരുന്നു. ഞാൻ പോലും ഫ്രാൻസിസിനെ കുറേ ദിവസം വന്ന് അന്വേഷിച്ച് നടന്നതാണ്. അന്നത്തെ ഒരു അനുഭവവും ഇന്ന് ഉള്ള ചൂരൽമലയിലെയും മുണ്ടക്കയിലെയും ജനങ്ങളുടെ ഒരു പ്രതീക്ഷയും അത് തറക്കല്ലിടാൻ പോകുമ്പോൾ അന്ന് മുതൽ ഇന്ന് വരെ സംസ്ഥാന സർക്കാരൊക്കെ എങ്ങനെയാണ് നിങ്ങളുടെ കൂടെ നിന്നത്, കേന്ദ്ര സർക്കാർ എങ്ങനെയാണ് കൂടെ നിന്നത് എന്നൊക്കെ ഒന്ന് വിശദീകരിക്കാൻ പറ്റും? അന്ന് ജൂലൈ 30 രാത്രി ഇവിടെ വരുന്ന സമയത്ത് ചൂരൽമല ടൗണ് കാണുമ്പം യഥാർത്ഥത്തിൽ ഒരു നെഞ്ചുലയ്ക്കുന്ന കാഴ്ചയായിരുന്നു അന്നുണ്ടായിരുന്നത്. പക്ഷേ അന്നുണ്ടായൊരു മുറിവ് നമുക്ക് പൂർണ്ണമായി മുറിവ് സുഖപ്പെടുത്താൻ വേണ്ടി കഴിയില്ല എന്നുള്ള വസ്തുതയാണ്. പക്ഷേ എങ്ങനെയാണ് ഒരു സർക്കാർ ഇത്തരം ദുരന്തബാധിതരായിട്ടുള്ള ജനങ്ങളെ ഒപ്പം ചേർക്കേണ്ടത് എന്നതിൻ്റെ ലോക മാതൃകയാണ് നമ്മളിവിടെ കാണുന്നത്. ദുരന്തം ഉണ്ടായ ആദ്യഘട്ടത്തിൽ ആ ദുരന്ത നിവാരണ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി
ആദ്യം ജീവനോടെയുള്ള മുഴുവൻ ആളുകളെയും ഇവിടെ നിന്ന് രക്ഷപ്പെടുത്താൻ ആവശ്യമായിട്ടുള്ള പ്രവർത്തനം സംഘടിപ്പിക്കുന്നു. അതിനുശേഷം മരണമടഞ്ഞ ആളുകളുടെ മൃതശരീരങ്ങൾ വീണ്ടെടുക്കാൻ ആവശ്യമായിട്ടുള്ള പ്രവർത്തനം സംഘടിപ്പിക്കുന്നു. പിന്നീട് ഏറ്റവും മാതൃകാപരമായി ക്യാമ്പ് നടത്താൻ ആവശ്യമായിട്ടുള്ള പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കുന്നു. ആ ക്യാമ്പ് പൂർത്തീകരിച്ചതിന് ശേഷം താൽക്കാലികമായി എനിക്ക് തോന്നുന്നു വയനാട് പോലെ ഇത്രയും ജനസാന്ദ്രത കുറഞ്ഞ ഒരു പ്രദേശത്ത് 1000-നടുത്ത് വീടുകൾ കണ്ടെത്തി ആളുകളെ മാറ്റിപ്പാർപ്പിക്കാൻ ആവശ്യമായിട്ടുള്ള പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമല്ല. ഇതിൻ്റെ പരിസരത്തുള്ള എല്ലാ പഞ്ചായത്തുകളിൽ നിന്നും ഒഴിവുള്ള ആദ്യം സർക്കാരിൻ്റെ ഭാഗമായി നിൽക്കുന്ന ബിൽഡിങ്ങുകൾ ഉപയോഗിച്ചു. പിന്നീട് നമ്മുടെ സ്വകാര്യ ബിൽഡിങ്ങുകൾ കണ്ടെത്തിക്കൊണ്ട് അവരെ ഏറ്റവും മാതൃകാപരമായി മാറി താമസിപ്പിക്കാൻ ആവശ്യമായിട്ടുള്ള പ്രവർത്തനം സംഘടിപ്പിക്കുന്നു. അത് മാറി താമസിപ്പിക്കാൻ ആവശ്യമായിട്ടുള്ള പ്രവർത്തനം സംഘടിപ്പിക്കുമ്പം അവർ വീടുകളിലേക്ക് എത്തുന്ന സമയത്ത് അവർക്ക് ആവശ്യമായിട്ടുള്ള മുഴുവൻ ഗൃഹോപകരണങ്ങളും അവിടെ എത്തിക്കുന്ന സംവിധാനം ഒരുക്കുന്നു. പിന്നെയാണ് പുനരധിവാസവുമായി ബന്ധപ്പെട്ട ഒരു ശാശ്വത ഇടപെടൽ എന്ന നിലയ്ക്ക് ഭവന നിർമ്മാണവുമായി ബന്ധപ്പെട്ട പ്രവർത്തനത്തിലേക്ക് സർക്കാർ വരുന്നത്. അതിനകത്ത് വരുന്ന സമയത്ത് നമുക്കറിയാം അതിൻ്റെ ഭൂമി ഏറ്റെടുക്കുന്നതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളാണ് സാധാരണ ഇത്തരം ദുരന്ത നിവാരണ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി വലിയ പ്രതിസന്ധി ഉണ്ടാകുന്ന കാര്യം. അപ്പം ആ ഭൂമി ഏറ്റെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് സർക്കാർ എന്ന നിലയ്ക്ക് 25ഓളം പ്രദേശങ്ങൾ ആദ്യം ഐഡൻറ്റിഫൈ ചെയ്ത് അതിൻ്റെ എല്ലാ സാധ്യതകളും വെച്ചുകൊണ്ടുള്ള ഒരു പഠനം നടത്തി പിന്നീട് അത് 9 സ്ഥലങ്ങളായി ലിസ്റ്റ് സോർട്ട് ചെയ്ത് ആ 9 സ്ഥലങ്ങളിൽ നിന്നാണ് 2 സ്ഥലങ്ങളിലേക്ക് വന്ന് ഇപ്പം ആദ്യഘട്ടത്തിൽ ഒന്നാമത് നമ്മുടെ കൽപ്പറ്റയുള്ള എൽസൺ എസ്റ്റേറ്റിൽ പ്രവർത്തനം ആരംഭിക്കുന്നത്. എനിക്ക് ഒന്ന് ഫ്രാൻസിസ്, അന്ന് മുതൽ ഇന്ന് വരെ മാനസികമായി പോലും ഇവരെ ഉണർത്താൻ കൗൺസിലിംഗ് അടക്കമുള്ള സൂക്ഷ്മ തലങ്ങളിൽ പോലുമുള്ള ശ്രദ്ധ സംസ്ഥാന സർക്കാർ നടത്തിയിരുന്നു എന്നുള്ളതാണ്. മാത്രമല്ല ഈ പുനരധിവാസം സംബന്ധിച്ച് അന്ന് വാടക വീട്ടിലേക്ക് മാറുമ്പോൾ അതൊരു സാധാരണ ദുരന്തബാധിതരെ ഒരു സൗകര്യമില്ലാത്ത ഒരു സ്ഥലത്തേക്കല്ല മാറ്റിയത്. എല്ലാ സൗകര്യങ്ങളോടും കൂടി അവർക്ക് അത്തരത്തിൽ ജീവിക്കാനുള്ള ഒരു പ്രശ്നമില്ലാത്ത വിധത്തിലേക്കുള്ള ഒരു വാടക വീടുകളാണ് അന്ന് കണ്ടെത്തിയത്. അതുമാത്രമല്ല വാടക പോലും സർക്കാർ കൊടുക്കുന്ന രീതിയിലേക്ക് എല്ലാ തരത്തിലും അവരെ സംരക്ഷിക്കുന്ന രീതിയിലേക്ക് മാറി. അതിനെക്കുറിച്ചൊക്കെ എന്താണ് പറയുന്നത്? അല്ല, ഇതിനകത്ത് വാടക മാത്രമല്ല, ഞാൻ പറഞ്ഞപ്പോൾ വാടക കൊടുക്കുക എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും ഇത്തരം ദുരന്തമുഖത്ത് സാധാരണ നിലയിൽ മുൻപൊക്കെ നമ്മൾ ചെയ്തിരുന്നൊരു പ്രവർത്തനമാണ്. അതിനപ്പുറത്തേക്ക് ചിന്തിച്ചു എന്നുള്ളതാണ്. അതായത് ഇത്തരം ദുരന്തമുണ്ടായ ഒരു പ്രദേശത്തെ ജനങ്ങളുടെ ജീവിതോപാധി സ്വാഭാവികമായിട്ടും അവർ മുൻപുണ്ടായ ഒരു സിസ്റ്റത്തിൻ്റെ ഭാഗമായിട്ടുണ്ടാവും. ആ സിസ്റ്റം മുഴുവൻ ഇവിടെ തകരുകയാണ്. കാരണം ഇവിടുത്തെ ഒരു ജീവിതോപാധി എന്ന് പറയുന്നത് ഈ തോട്ടം മേഖലയുമായി ബന്ധപ്പെട്ട് തൊഴിലെടുത്ത് അതിൽ നിന്നുള്ള വരുമാനം കൊണ്ടാണ്. അപ്പം ആ വരുമാനം എന്ന ഒരു സാധ്യത നഷ്ടപ്പെട്ടു നിൽക്കുന്ന ഈ ജനതയ്ക്ക് അവർക്ക് ഒരു നിശ്ചിത വരുമാനം ഒരു ദിവസം ഒരു 300 രൂപ വെച്ച് കണ്ടുകൊണ്ട് ഒരു കുടുംബത്തിൽ 2 പേർക്ക് പ്രാഥമികമായി ആ തുക ഉൾപ്പെടെ നൽകാൻ ആവശ്യമായിട്ടുള്ള പ്രവർത്തനം സംഘടിപ്പിക്കുകയാണ്. നേരത്തെ നമ്മൾ ആദ്യഘട്ടത്തിൽ ചർച്ച ചെയ്തിരുന്നു. അതായത് ക്യാമ്പിൻ്റെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് ക്യാമ്പിൽ എല്ലാ ആവശ്യങ്ങളും അതിനകത്ത് തന്നെ ഒരുക്കാൻ ആവശ്യമായിട്ടുള്ള സിസ്റ്റം സർക്കാർ ഏർപ്പെടുത്തി. അപ്പോഴും കയ്യിൽ ചെറിയൊരു കാശ് വേണ്ട ഒരു സാഹചര്യം ജനങ്ങളെ സംബന്ധിച്ചോളം ഉണ്ട്. അത് ചിലപ്പോൾ വിവിധ കാര്യങ്ങളായിരിക്കാം. ചിലപ്പോൾ ഒരു കുട്ടിക്ക് മുട്ടായി വാങ്ങിക്കൊടുക്കാനായിരിക്കാം, ചിലപ്പോൾ സ്ഥിരമായി പിന്നെ അവർ ഒരു പുറത്തു പോയി എന്തെങ്കിലും തരത്തിലുള്ള ഒരു മക്കൾക്ക് ഇഷ്ടപ്പെട്ടൊരു സാധനം വാങ്ങിക്കൊടുക്കാനായിരിക്കാം, വസ്ത്രങ്ങൾ വാങ്ങാനായിരിക്കാം. അപ്പോൾ അതിനുവേണ്ടി ആദ്യം കയ്യിലൊരു തുക വെച്ച് കൊടുക്കുന്നു. അതിനുശേഷം നേരത്തെ നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ മുഴുവൻ വാടകയും സർക്കാർ എന്ന നിലയ്ക്ക് നൽകുകയാണ്. ആ വാടക നൽകുന്നതിനോടൊപ്പം തന്നെ അവർക്ക് ഒരു നിശ്ചിതമായ അവരുടെ വരുമാനം ഉറപ്പുവരുത്താൻ ആവശ്യമായിട്ടുള്ള ഉത്തരവാദിത്വം കൂടി സർക്കാർ ഏറ്റെടുക്കുകയാണ്. അതാണ് ഞാൻ ആദ്യം കോട്ട് ചെയ്ത് പറഞ്ഞത്. ലോകത്തിന് തന്നെ മാതൃകയാകുന്ന തരത്തിലുള്ള ഒരു പ്രവർത്തനമാണ് ഇതിൻ്റെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ സർക്കാർ ഏറ്റെടുക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. കേരളത്തിലെ സർക്കാർ എന്ന് ഇൻവേർട്ടഡ് കോമയിൽ തന്നെ പറയണം. കാരണം സ്വാഭാവികമായിട്ടും ഇതിൻ്റെ ഏറ്റവും കൂടുതൽ ഉത്തരവാദിത്വം, കാരണം ഈ ദുരന്തം ആദ്യഘട്ടത്തിൽ ഒരു ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കാൻ വേണ്ടി കേന്ദ്ര സർക്കാർ തയ്യാറായില്ല. വലിയ സമ്മർദ്ദങ്ങൾക്ക് ശേഷമാണ് L3 കാറ്റഗറി ഉൾപ്പെടുത്തുന്നത്. ആ L3 കാറ്റഗറിയിൽ ഉൾപ്പെടുത്തിയതിന് ശേഷവും കേന്ദ്ര സർക്കാർ ഇതിനകത്ത് എന്താണ് ഉത്തരവാദിത്വം നിർവഹിച്ചതെന്ന് ചോദിച്ചാൽ ഇപ്പോഴും പൂജ്യമായി നിൽക്കുകയാണ്. ഇപ്പോൾ കേരളത്തിലെ സർക്കാർ ഒരു തുക കടമെടുത്തുകൊണ്ടാണ് ഇപ്പം കേന്ദ്ര സർക്കാരിൻ്റെ അവർ പങ്കുവഹിച്ചു എന്ന് കേന്ദ്ര സർക്കാരിൻ്റെ മന്ത്രിമാർ ഉൾപ്പെടെ പറയുന്ന കാര്യം വെച്ചാൽ കടമെടുത്ത് കേരളത്തിലെ സർക്കാരിന് കടമെടുത്ത് അതിനകത്ത് ഏറ്റവും പിന്നെ കൗതുകരമായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്, ഞാനൊരു വീടുണ്ടാക്കാൻ വേണ്ടി ഒരു SBI ബാങ്കിൽ പോയി കടമെടുത്താൽ ആ വീട് നിർമ്മിക്കുന്നത് ഞാനാണ്, അല്ലാണ്ട് SBI അല്ല. കാരണം എനിക്ക് SBIനോട് കടബാധ്യതയുണ്ട്, ഞാൻ തിരിച്ചവിടെ അടയ്ക്കണം. അപ്പോൾ ഇവിടെ കേരളത്തിലെ സർക്കാർ കേന്ദ്രത്തിൽ നിന്ന് കടമെടുത്തു എന്ന് പറയുമ്പം ആ പിന്നെ ഉത്തരവാദിത്വം നിർവഹിക്കുന്നതും പ്രവർത്തനം നിർവഹിക്കുന്നതും പണം അപ്പോൾ കേരളത്തിലെ സർക്കാരിൻ്റെയാണ്. ഈ കടം തിരിച്ചടയ്ക്കണമല്ലോ, താൽക്കാലികമായി അവിടെ നിന്ന് തന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ കേന്ദ്ര സർക്കാർ വട്ടപൂജ്യമാണ് എന്ന കാര്യത്തിൽ യാതൊരു തരത്തിലുള്ള തർക്കവുമില്ല. അപ്പം ഇത്തരം വലിയൊരു ദുരന്തമുഖത്ത് പോലും യഥാർത്ഥത്തിൽ ഒരു ഉത്തരവാദിത്വം നിർവഹിക്കേണ്ട കേന്ദ്ര സർക്കാർ
പിൻവലിച്ച് നിൽക്കുമ്പം ഒരു സ്റ്റേറ്റ് ഗവൺമെൻറ് എന്ന നിലയ്ക്ക്, അതായത് ഈ രാജ്യത്തിനകത്തെ ഫെഡറൽ സംവിധാനത്തിനുള്ളിൽ നിന്നുകൊണ്ട് മാത്രം പ്രവർത്തിക്കുന്ന ഒരു സ്റ്റേറ്റ് ഗവൺമെൻറ് എന്ന നിലയ്ക്ക് ലോകത്തിന് മാതൃകയാകുന്ന തരത്തിലുള്ള പ്രവർത്തനമാണ് ഈ ചൂരൽമല മുണ്ടക്കൈ ദുരന്ത നിവാരണ പ്രവർത്തനവുമായി ബന്ധപ്പെടുത്തി ഏറ്റെടുത്തിരിക്കുന്നത്. അത് ഇന്നിപ്പം മുഖ്യമന്ത്രി തറക്കല്ലിടുന്ന സമയത്ത് നമുക്കെല്ലാം അഭിമാനത്തോടു കൂടി ഈ ലോകത്തിന് മുമ്പിൽ തലയുയർത്തി പിടിച്ചു നിൽക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു ദുരന്ത നിവാരണ പ്രവർത്തനത്തിനാണ് കേരളത്തിലെ സർക്കാർ മുൻകൈ എടുത്തിരിക്കുന്നതെന്ന് നമുക്ക് പറഞ്ഞു വെക്കാൻ വേണ്ടി കഴിയും. മറ്റ് പ്രതിപക്ഷം പോലും ആരോപിക്കുന്ന കുറേ കാര്യങ്ങളുണ്ട്. അതിനെക്കുറിച്ചൊക്കെ എന്താണ് പറയാനുള്ളത്? അതായത് ഈ ഇത്ര സ്ഥലം പോരാ, അല്ലെങ്കിൽ ഈ ബെയിലി പാലം മാറ്റി പുതിയ പാലം നിർമ്മിക്കാൻ പോലും പോവുകയാണ്. അതായിരുന്നു സത്യത്തിൽ മുണ്ടക്കൈയിലേക്കുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പാലം എന്ന് പറയുന്നത്. അവിടെ അതെന്തിനാണ് എന്നൊക്കെയാണ് ടി സിദ്ദിഖ് MLA അടക്കമുള്ള ആളുകൾ ചോദിക്കുന്നത്. അതല്ലല്ലോ വേണ്ടത് എന്നുള്ളത്. അതിനെക്കുറിച്ചൊക്കെ എന്താണ് ഈ നാട്ടുകാരൻ എന്നുള്ള നിലയിൽ എന്തൊക്കെ പ്രാധാന്യത്തോടു കൂടിയുള്ള സാധനങ്ങൾ ഇവിടേക്ക് വേണം, എന്തൊക്കെ നടപ്പിലാക്കണമെന്നാണ് പറയുന്നത്? അല്ല, നമ്മൾ നേരത്തെ സംസാരിക്കുന്ന സമയത്ത് തന്നെ ഒരു പുനരധിവാസം എന്ന് പറയുന്നത് കേവലം ഒരു വീട് നിർമ്മിച്ച് നൽകുന്നതോടുകൂടി അവസാനിക്കുന്ന കാര്യമല്ല. അവരെ മാനസികമായും നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ അവർക്ക് ഏറ്റവും മാനസികാഘാതം അത് പരിഹരിക്കാൻ ആവശ്യമായിട്ടുള്ള പ്രവർത്തനം സംഘടിപ്പിക്കേണ്ടതുണ്ട്. ഒപ്പം നമ്മളൊരു വീട് നിർമ്മിച്ചു കൊടുക്കുന്നതോടുകൂടി ഉത്തരവാദിത്തം അവസാനിക്കുന്നില്ല. അവർക്ക് ജീവിതോപാധികൾ ഉറപ്പു നൽകണം. അതുകൊണ്ടാണല്ലോ ഇപ്പോഴത്തെ ടൗൺഷിപ്പുമായി ബന്ധപ്പെട്ട് നഗരത്തിലെ ടൗൺഷിപ്പ് എന്ന നിലയ്ക്ക് അവിടെ ബിസിനസ് കേന്ദ്രങ്ങൾ ഉൾപ്പെടെ തുറക്കാൻ ആവശ്യമായിട്ടുള്ള സംവിധാനം ഉൾപ്പെടെ സർക്കാർ ആലോചിക്കുന്നത് ആ കാഴ്ചപ്പാടിൻ്റെ ഭാഗമായിട്ടാണ്. ഇവിടെ ഇപ്പം നമ്മുടെ ഈ ചൂരൽമലയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടെ സ്വന്തമായി കൃഷി ഉൾപ്പെടെയുള്ള ആളുകളുണ്ട്. അപ്പം ഇവർ 10 സെൻറ്റ് സ്ഥലത്തേക്ക് താൽക്കാലികമായി സർക്കാർ എന്ന നിലയ്ക്ക് പുനരധിവാസത്തിൻ്റെ ഭാഗമായി മാറ്റുകയാണ്. അവരുടെ കൃഷിസ്ഥലം ഇവിടെ ബാക്കി നിൽക്കുന്നുണ്ട്. അവർക്കിവിടെ വരണം, അവരുടെ കൃഷിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അവർക്ക് നോക്കി നടത്തേണ്ടതുണ്ട്. അപ്പോൾ യഥാർത്ഥത്തിൽ ഇവിടുത്തെ ജനങ്ങളെ പുനരധിവസിക്കുന്നതിനോടൊപ്പം തന്നെ ഈ പ്രദേശം കൂടി ഒരു ദുരന്തമുണ്ടായ സ്ഥലത്ത് എങ്ങനെയാണ് മാതൃകാപരമായി അവിടെയുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുക എന്ന കാഴ്ചപ്പാടിൽ നിന്നുകൊണ്ടാണ് സർക്കാർ ഇവിടെ പാലം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, റോഡ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത്. മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഇപ്പം നമ്മൾ ഇവിടുന്ന് പുനരധിവാസവുമായി ബന്ധപ്പെട്ട് ഈ ദുരന്തത്തിൻ്റെ ഭാഗമായി വീട് നഷ്ടപ്പെട്ട ആളുകൾ, അതായത് ജോൺ മത്തായി കമ്മീഷൻ്റെ ഭാഗമായി നോ ഗോ സോൺ ഏരിയയിലും ഗോ സോൺ ഏരിയയിലുള്ള ആളുകൾക്കാണ് നമ്മളിപ്പോൾ നിലവിൽ വീട് നിർമ്മിച്ച് കൊടുക്കുന്ന സാഹചര്യം ഉള്ളത്. അതിന് പുറമെയുള്ള ആളുകളുണ്ട്. ഇപ്പോൾ നമ്മൾ പാലത്തിൻ്റെ അപ്പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ ചൂരൽമല നഗരം എന്ന് പറഞ്ഞ പ്രദേശമുണ്ട്. ആ പ്രദേശത്തുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇത്തരം ദുരന്തമുണ്ടായ സ്ഥലത്തെ അവർക്ക് അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കേണ്ടതുണ്ട്. മാത്രമല്ല, ഈ പ്രദേശത്തിന് ഇനിയും ഭാവിയിൽ ഇത്തരത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള ദുരന്തമുണ്ടാകാനുള്ള സാഹചര്യം ഉള്ളപ്പോൾ അവിടത്തേക്ക് രക്ഷാപ്രവർത്തനവുമായി ബന്ധപ്പെട്ട് വളരെ എളുപ്പത്തിൽ വരാനും ഈ രക്ഷാപ്രവർത്തനവുമായി ബന്ധപ്പെട്ട് മറ്റു കാര്യങ്ങളൊക്കെ പൂർത്തീകരിക്കാൻ ആവശ്യമായിട്ടുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ നമുക്ക് വേണ്ടതുണ്ട്. അപ്പം ആ ഒരു കാഴ്ചപ്പാടിൽ നിന്നുകൊണ്ടാണ് ഇവിടെയുള്ള ഈ പാലമായാലും അതിനുശേഷമുള്ള മറ്റു റോഡുകളും മറ്റടിസ്ഥാന സൗകര്യങ്ങളുമെല്ലാം ഒരുക്കേണ്ടതുണ്ട്. ഈ പുഴയുൾപ്പെടെ, ഈ പുഴയുടെ ഗതി മാറിയതാണ്. ആ പുഴയുൾപ്പെടെ പഴയ എന്തായിരുന്നോ പുഴയുടെ യഥാർത്ഥ ഗതി, ആ ഗതിയിലേക്ക് തിരിച്ചു കൊണ്ടുവരിക എന്ന് പറയുന്നത് ഒരു സർക്കാരിൻ്റെ പുനരധിവാസ പ്രവർത്തനത്തിൻ്റെ പൂർത്തീകരണത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകങ്ങളൊന്നു തന്നെയാണ്. ആ കാഴ്ചപ്പാടൊന്നും ഇല്ലാതെയാണ് ഇതിനെ വിമർശിക്കാൻ വേണ്ടി പ്രതിപക്ഷം തയ്യാറാകുന്നത്. അവർ എന്താണ് ഒരു പുനരധിവാസം എന്നതിനെക്കുറിച്ചുള്ള അടിസ്ഥാനപരമായിട്ടുള്ള കാഴ്ചപ്പാട് പോലും ഇല്ലാത്തതുകൊണ്ടാണ് ഇത്തരം ഒരു അടിസ്ഥാനരഹിതമായിട്ടുള്ള വിമർശനങ്ങൾ ഉണ്ടാകുന്നതെന്നാണ് സൂചിപ്പിക്കാനുള്ളത്. വിനിഷ, എല്ലാ കാര്യങ്ങളും ഫ്രാൻസിസ് പറഞ്ഞു കഴിഞ്ഞു. എന്താണ് ഒരു വികസനത്തിന്റെ കാഴ്ചപ്പാട്? ആ കാഴ്ചപ്പാടോടുകൂടിയാണ്, അതായത് സർവോന്മുഖ വികസനം തന്നെയാണ് ലക്ഷ്യമിടുന്നത്. അത് ഒരു ദുരന്തമുഖത്ത് എങ്ങനെയാണ് ഇത് നടപ്പിലാക്കേണ്ടത് എന്ന് കൃത്യമായ കാഴ്ചപ്പാടോടുകൂടിയാണ് സർക്കാർ പോകുന്നത്. അതൊരു പുനരധിവാസം എന്ന നിലയിൽ വീട് നൽകുക എന്നുള്ളത് മാത്രമല്ല, ഈ നാശോന്മുഖമായ മുണ്ടക്കൈ ചൂരൽമല പ്രദേശത്തെ അടക്കം വികസനത്തിലേക്ക് നയിക്കുക എന്നുള്ളത് തന്നെയാണ് സംസ്ഥാന സർക്കാരിന്റെ ലക്ഷ്യം. ആ ലക്ഷ്യത്തോടു കൂടി സർവ്വ മേഖലയിലും വികസനം നടപ്പിലാക്കുക എന്നുള്ളത് തന്നെയാണ് സംസ്ഥാന സർക്കാർ. ഇതറിയാതെ വിമർശിക്കുകയാണ് പ്രതിപക്ഷം എന്നുള്ളതാണ് ഫ്രാൻസിസ് അടക്കമുള്ള ആളുകൾ, ചൂരൽമലയെയും മുണ്ടക്കൈയെയും അടുത്തറിഞ്ഞ ആളുകൾക്ക് പറയാനുള്ളത് എന്നുള്ളതാണ്. നമ്മുടെ കൂടെ ഒരുപാട് പേരുണ്ട്. അന്ന് ദുരന്തത്തിൽപ്പെട്ടവരും ദുരന്തത്തിൽ നിന്ന് രക്ഷപ്പെട്ട് പുനരുജ്ജീവനത്തിന്റെ പാതയിലേക്ക് കടക്കുന്നവരുമായ ഒരുപാട് പേരുണ്ട്. നൈസമോൾ അടക്കമുള്ള ആളുകളുണ്ട്. അന്ന് പ്രധാനമന്ത്രി ഇവിടെ എത്തി നൈസമോളെ കെട്ടിപ്പിടിച്ച് ഫോട്ടോ ഷോ ഒക്കെ നടത്തിയ ആ ഒരു സ്ഥലത്തേക്ക് ആണ് ഞാൻ എത്തിച്ചേർന്നിരിക്കുന്നത്. എന്തായാലും അവരൊക്കെ നമ്മളുടെ കൂടെ ഉണ്ടാകും. വിനിഷ.